എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമാണ് അൺട്രാംസിലെ കറുപ്പല്ലേ. അൺട്രാംസിൽ ഭയങ്കരമായിട്ട് കറുപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അൺട്രാംസിലെ കറുപ്പ് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ കഴുത്തിലെ ഡാർക്ക് പോലെ അടിച്ചിട്ട് മാല ഇട്ടിട്ട് ഇങ്ങനെ ഷെയ്ഡ് പോലെ വന്നിട്ട് മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാനിപ്പം 2-3 പ്രാവശ്യമായിട്ട് 3-4 ദിവസം അടുപ്പിച്ച് ചെയ്തു. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഫേസിലാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഫേസിലാണ് കൂടുതലും കാണിക്കുന്നത്. ഇപ്പോൾ കഴുത്തിലോട്ട് കൂടുതലും കാണിക്കത്തില്ല. അപ്പോൾ ബാക്കി വരുന്നത് ഞാൻ വൈകുന്നേരം പെട്ടെന്ന് പായ്ക്കിട്ടിട്ട് ഞാൻ കഴുകിക്കളയുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴുത്തിൽ ഈ ടാനും കറുപ്പും ഒക്കെ ഉണ്ട്, നമ്മൾ ശരിക്കും സ്ക്രബ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ മാല ഇടുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് മാല യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം, ആ കിടന്ന ഭാഗം ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് അന്നേരം തന്നെ അത് കണ്ടപ്പോൾ തന്നെ നിങ്ങളെ കൂടെ കാണിച്ചിട്ടാണ് ഞാനത് മാറ്റി കാണിച്ചത്. നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ ഒരുപാട് പായ്ക്കും സ്ക്രബുകളും ഒക്കെ ഉണ്ട് നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അൺട്രാംസിലെ കാര്യവും. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്, ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബായിട്ടും പായ്ക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം മതി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ്. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റമാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് നമുക്ക് കാൽപാദത്തിൽ, നമ്മുടെ കാലിൻ്റെ പാദത്തിലൊക്കെ ഡെഡ് സ്കിന്നൊക്കെ വരത്തില്ലോ, അതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. നമ്മുടെ സ്ക്രബ്ബറായിട്ട് ഇത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസ്കളറേഷന്, ഈ ടാനൊക്കെ അടിച്ചിട്ട് കാൽപാദത്തിന് ചെരുപ്പിൻ്റെ ഇടുന്ന ഭാഗത്തായിട്ട് വേറൊരു കളറും ബാക്കി ഭാഗത്ത് വേറൊരു കളറുമായിട്ടൊക്കെ വരത്തില്ലേ, അപ്പോൾ അതൊക്കെ മാറി കിട്ടാനായിട്ട് നല്ലതാണ്. അതുപോലെ അപ്പോൾ ഡെഡ് സ്കിന്ന് മാറുമ്പോഴാണല്ലോ നമുക്ക് നല്ല രീതിയിലുള്ള സ്കിന്ന് സോഫ്റ്റ് ആകുന്നതും അതുപോലെ തന്നെ സ്കിന്നിന് കളർ കിട്ടുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അതുപോലെ നമ്മുടെ അൺട്രാംസിൽ തേച്ചിട്ട് ഇത് ചെയ്യേണ്ടതായിട്ട് രീതിയുണ്ട്. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഫേസിൽ നിങ്ങൾക്ക് വേണം തേക്കാം. ഫേസിൽ നന്നായിട്ട് തേച്ചിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. അന്നേരം നമുക്ക് നല്ലൊരു ഗ്ലോ പോലെ ഫേസിനൊക്കെ വരും. ഇത് പ്രധാനമായിട്ട് ഇന്ന് ഞാൻ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ അൺട്രാംസും അതുപോലെ തന്നെ കഴുത്തിലും കാലിലും ഒക്കെ തേക്കാനായിട്ടുള്ള ഒരു സ്ക്രബായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. സ്ക്രബും പായ്ക്കുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ആ പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ, വാ. ഇപ്പം നമുക്ക് അൺട്രാംസിലെ കറുപ്പ് പോകാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പകുതി നാരങ്ങാനീര് വേണം. ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ്, അല്ലെങ്കിൽ മുൾട്ടാനിമിട്ടി എടുക്കാം കേട്ടോ. കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാനിമിട്ടി എടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ കടലമാവ് 1 ടേബിൾ സ്പൂൺ ഉണ്ട്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ എന്താ പറയുക, രക്തചന്ദന പൗഡറാണ് കേട്ടോ. ഇതും ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ തേൻ വേണം, തേൻ 1 ടീസ്പൂൺ വേണം കേട്ടോ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ കടലമാവിനകത്തോട്ട് ആദ്യം നമ്മുടെ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാവേ. നല്ല രീതിയിൽ അൺട്രാംസിലെ ആ ഒരു കറുപ്പൊക്കെ മാറി ബ്രൈറ്റ് ആവാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു രക്തചന്ദനപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ചൊറിച്ചിലും കാര്യങ്ങളും അൺട്രാംസിൽ ചൊറിച്ചിലൊക്കെ വരത്തില്ല, വേർത്തിട്ട് ചൊറിച്ചിലൊക്കെ വരത്തില്ല. അപ്പോൾ അതിനായിട്ട് ഈ മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയൊക്കെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ നമുക്ക് നിറം ഉണ്ടാകാനായിട്ട്, അൺട്രാംസിലെ കറുപ്പ് മാറാനായിട്ട് മഞ്ഞൾപ്പൊടി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു രക്തചന്ദനപ്പൊടിയൊക്കെ ഒത്തിരി നല്ലതാണ് കറുപ്പും പാടുകളും കലകളും ഒക്കെ മാറാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് അൺട്രാംസിൽ മാത്രമല്ല ഈ കൈയുടെ ഇവിടെയൊക്കെ തേക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. സ്ക്രബ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പായ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം തേൻ എടുക്കാം. ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ. ഇതുപോലെ ഒരു പായ്ക്ക് രൂപത്തിൽ നമുക്ക് കിട്ടും. ഒരുപാട് വെള്ളമൊന്നും കൂടിപ്പോരുത്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, പക്ഷേ ഒഴിക്കുന്ന സാധനങ്ങൾ നാരങ്ങാനീരാണല്ലോ, ഒരു പകുതി മതി. അപ്പോൾ ഒരുപാട് കൂടിപ്പോരുത്. ഇത് നമുക്കൊരു 3-4 ദിവസം മാക്സിമം ഉപയോഗിക്കാം കേട്ടോ. ഇത് കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരുന്നോളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അൺട്രാംസിലൊക്കെയുള്ള കറുപ്പുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുക. കുറച്ച് കട്ടിക്ക് തന്നെ തേക്കണം കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് നല്ല രീതിയിലൊന്ന് കുറച്ച് വെള്ളം തൊട്ട് മസാജ് ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ വെള്ളം തൊട്ട് തന്നെ സ്ക്രബ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കടലമാവൊക്കെ സ്കിൻ ബ്രൈറ്റൻ ആകാനായിട്ടും അതുപോലെ തന്നെ ചുളിവൊക്കെ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് പോയി. അപ്പം നല്ലതായിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് പായ്ക്കെടുത്ത് ഇതുപോലെ കറുപ്പുള്ള ഭാഗത്തോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ കാൽപാദത്തിലും മുട്ടിനുള്ള കറുപ്പുള്ള ഭാഗത്തുമൊക്കെ തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റിനും കറുപ്പുള്ള ഭാഗത്തും തേച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വെക്കാം. ഇത് ഡ്രൈ ആവത്തില്ല. അപ്പോൾ ഇതൊരു ഉണങ്ങാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെള്ളം തൊട്ടിട്ട് നേരത്തെ പോലെ തന്നെ സ്ക്രബ് ചെയ്ത് തന്നെ എടുക്കാം. അതുപോലെ തന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്യുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല രീതിയിൽ അൺട്രാംസിൽ കറുപ്പൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടും. അതുപോലെ നമുക്ക് കഴുത്തിൻ്റെ കറുപ്പ് മാറ്റാനായിട്ട് നല്ലതാണ്. അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് നോക്കിയേ, ഒറ്റ പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അൺട്രാംസിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ആദ്യത്തെ ട്രിപ്പ് തന്നെ ഇടുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും. ഡെഡ് സ്കിന്നെല്ലാം നല്ലതായിട്ട് പോയിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കഴുത്തിന് ചുറ്റിനും ഇതുപോലെ കറുപ്പൊക്കെ മാറ്റാൻ വേണ്ടി നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പായ്ക്ക് ഇട്ടായിരുന്നു കഴുത്തിന് ചുറ്റും ചെയ്ത്, അത് നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതും തേക്കാം. കഴുത്തിൽ ഇതുപോലെ കറുപ്പ് ഡാർക്ക് അടിച്ചൊക്കെ ചിലർക്ക് ഇരിക്കത്തില്ല കഴുത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തേച്ച് നന്നായിട്ട് കട്ടിക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. തേച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൈ തൊട്ടിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജല്ല സ്ക്രബ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ മസാജ് എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു സ്ക്രബിങ് എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇത് നമ്മുടെ ആ ഒരു എന്താ പറയുക, രക്തചന്ദന പൊടി ഒരു തരിതരിപ്പുള്ള സാധനമാണല്ലോ. നൈസ് പൗഡറല്ല ആയിട്ടല്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു തരിതരിപ്പായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തരിതരിപ്പുള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. നിങ്ങൾ എന്തായാലും ഒരു തവണ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 6-7 ദിവസം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അന്നേരം ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്കിതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മുടെ കൈയുടെ ഞാൻ പറയില്ലേ, കൈയുടെ ഈ ഭാഗത്തൊക്കെ കറുപ്പൊക്കെ മാറ്റാനായിട്ടും കാൽപാദത്തിൽ ചിലർക്ക് കാൽപാദത്തിൽ ഭയങ്കരമായിട്ട് ടാനൊക്കെ അടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറാനായിട്ടും ഒക്കെ ഡെഡ് സ്കിന്ന് നന്നായിട്ട് നമുക്ക് പോകും. അപ്പോൾ ഇത് നമുക്ക് കഴുത്തിൻ്റെ പുറകിലെ ചിലപ്പോൾ നെക്കിൻ്റെ പുറകിൽ ചിലർക്ക് കറുപ്പ് കാണുമല്ലോ. അതുപോലെ തന്നെ ബ്ലൗസ് ഏരിയയിൽ കറുപ്പ് കാണുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ചെയ്യുമ്പോൾ അതിനായിട്ടൊരു രീതിയിൽ ഇതുപോലെ നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. ഒരു 5 മിനിറ്റോളം നമ്മൾ കൈ മാറി ഈ 2 സൈഡിലും കറുപ്പ് കാണണം. അപ്പോൾ അങ്ങനെ മാറി ചെയ്യണം. അപ്പോൾ എൻ്റെ അന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാല ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു ഷെയ്ഡ് പോലെ അതെനിക്ക് ഒത്തിരി കുറഞ്ഞു കേട്ടോ, നന്നായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാറിക്കിട്ടും. ഏതും ചെയ്യണം, എന്നാലേ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിതുപോലെ നന്നായിട്ട്
തുടച്ച് മാറ്റാം. അപ്പം നല്ല രീതിയിൽ നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെയും എവിടെയാണ് നമ്മൾ തേക്കുന്ന അവിടുത്തെ നല്ലതായിട്ടുള്ള ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് നമുക്ക് മാറിക്കിട്ടും. നല്ല രീതിയിൽ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ്സും കൂടും നമ്മുടെ കഴുത്തിനൊക്കെ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യണം. ഒരു 5-6 ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുണ്ടാക്കി വെക്കാമല്ലോ. ഫ്രിഡ്ജിലെടുത്ത് വെക്കാം, യാതൊരു കുഴപ്പമില്ല. 5-6 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരം അത്രയും ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും തോറും സ്ക്രബ് ചെയ്യും തോറും ഡെഡ് സ്കിൻ നല്ലതായിട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ കറുപ്പ് വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തേച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മളിതുപോലെ ഡെയിലി ചെയ്യുക. ഡെയിലി ഒരു 6-7 ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് പൊക്കോളും. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നല്ല മാറ്റം കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ 6-7 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ മൊത്തമായിട്ടും പോവും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തു പോകണം. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. എല്ലാവർക്കും ഇങ്ങനെ കറുപ്പൊക്കെ ബാധിച്ചിട്ട് ടാൻ അടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അതിന് ഇതെല്ലാം മാറി കറുപ്പ് നിറമൊക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ നല്ലതാണ്. അപ്പം ഏത് കാര്യം ചെയ്യുന്ന കാര്യം എന്താണ് ചെയ്യേണ്ടത്, റെഗുലറായിട്ട് ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുവാണുണ്ടല്ലോ, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം. അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും കെമിക്കലല്ല, ഇതെല്ലാം നാച്ചുറലാണ്. അപ്പം നമുക്ക് ചെയ്യുമ്പം ആദ്യം നല്ലൊരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പിടിക്കുമെന്നുള്ളതാണ് അർത്ഥം. അപ്പം നമ്മളത് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം കിട്ടുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തേച്ചിട്ട് പെട്ടെന്ന് കാര്യം നടത്തണം എന്നുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഏതിനും റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അതാണ് എല്ലാവരും കെമിക്കലിൻ്റെ പുറകെ പോകുന്നത്. ഇപ്പോൾ ഹെയർ ഡൈ ആണെങ്കിലും അതുപോലെ തന്നെ ഫേസ് ക്രീം ആണെങ്കിലും ഫേസിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും ഒക്കെ സ്കിന്നിന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളാണെങ്കിലും ഒക്കെ പെട്ടെന്ന് വാങ്ങിച്ച് തേച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അങ്ങനെ കിട്ടുന്നതൊന്നും നല്ലതല്ല. അതെല്ലാം കെമിക്കലാണ്. നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തിട്ട് പതിയെ പതിയെ റിസൾട്ട് കിട്ടുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാൻ മറക്കല്ലേ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.